നമസ്കാരം. രാഷ്ട്രീയ കേരളത്തിന്റെ സമരസ്മരണകളിൽ കെടാത്ത നക്ഷത്രം വി.എസ്. അച്യുതാനന്ദൻ ഇനി ജ്വലിക്കുന്ന ഓർമ്മയായി നിൽക്കും. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പുന്നപ്ര വയലാർ സമരനായകനായി ഏറ്റവും തലമുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവായി പതിറ്റാണ്ടുകളോളം രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന വി.എസ്. അച്യുതാനന്ദൻ അന്തരിച്ചു. 101 വയസ്സിലായിരുന്നു പോരാട്ടങ്ങൾ രാഗിമിനിക്കിയ ആ ജ്വലിക്കുന്ന ജീവിതത്തിന് തിരശ്ശീല വീണത്. മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ ശേഷം വാർദ്ധക്യ സഹജമായ അവശതകളുമായി വിശ്രമ ജീവിതം നയിച്ചിരുന്ന വി.എസിനെ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് ജൂൺ 23 തിരുവനന്തപുരം SUT ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഇന്ന് ഉച്ചയോടെ രക്തസമ്മർദ്ദം താഴ്ന്നതിനെ തുടർന്ന് മെഡിക്കൽ ബോർഡ് അടിയന്തര യോഗം ചേർന്നിരുന്നു. തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും സെക്രട്ടറി പി ഗോവിന്ദൻ, ആരോഗ്യമന്ത്രി വീണ ജോർജ്, ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരും പാർട്ടി നേതാക്കളും ആശുപത്രിയിൽ എത്തിച്ചേർന്നു. കഴിഞ്ഞ ഒരു മാസക്കാലമായി വെന്റിലേറ്ററിന്റെ സഹായത്തോടെ അതിതീവ്ര പരിചരണ വിഭാഗത്തിലായിരുന്നു വി.എസ്. കാർഡിയോളജിസ്റ്റ്, ന്യൂറോളജിസ്റ്റ്. തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞ് 3:20 അന്ത്യം സംഭവിച്ചത്. ഭാര്യ വസുമതിയും മക്കളായ വി.എ. അരുൺകുമാറും വി.വി. ആശയും മരണസമയത്ത് ഒപ്പമുണ്ടായിരുന്നു. CPM-ന്റെ രൂപീകരണത്തിൽ പങ്കാളിയായവരിൽ ജീവനോടെ ഉണ്ടായിരുന്നവരിൽ അവസാനത്തെ കണ്ണിയായിരുന്നു വി.എസ്. 2006 മുതൽ 2011 വരെ മുഖ്യമന്ത്രിയായിരുന്ന വി.എസ്. 3 തവണയായി 15 വർഷം പ്രതിപക്ഷ നേതാവായിരുന്നു. 3 തവണ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 1985 മുതൽ 2009 വരെ പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോ അംഗമായിരുന്നു. പിന്നീട് വിഭാഗീയതയുടെ പേരിൽ പിണറായി വിജയനൊപ്പം PB-യിൽ നിന്നും തരം താഴ്ത്തപ്പെടുകയും ചെയ്തു. 1980 മുതൽ 92 വരെ CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ ശേഷം 2016 മുതൽ 21 വരെ ഭരണ പരിഷ്കാര കമ്മീഷന്റെ ചെയർമാനായി പ്രവർത്തിച്ചു. ആലപ്പുഴ ജില്ലയിലെ പുന്നപ്രയിൽ 1923 ഒക്ടോബർ 20 ശങ്കരന്റെയും അക്കമ്മയുടെയും മകനായിട്ടായിരുന്നു ജനനം. അച്ഛന്റെയും അമ്മയുടെയും മരണത്തെ തുടർന്ന് 7ാം ക്ലാസ്സിൽ വിദ്യാഭ്യാസം അവസാനിപ്പിച്ചാണ് വി.എസ്. തൊഴിലാളികൾക്കിടയിലെത്തുന്നത്. തിരുവിതാംകൂറിൽ ഭരണപരിഷ്കാരത്തിന് വേണ്ടി നടന്ന നിവർത്തന പ്രക്ഷോഭത്തിലൂടെയാണ് രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത്. പ്രക്ഷോഭത്തിന്റെ ഭാഗമായി അദ്ദേഹം 1938 സ്റ്റേറ്റ് കോൺഗ്രസിൽ അംഗമായി. പിന്നീട് തൊഴിലാളി സംഘടനകളിലേക്കും പുരോഗമന പ്രസ്ഥാനങ്ങളിലേക്കും തന്റെ പ്രവർത്തനം വിപുലമാക്കി വി.എസ്. 1940 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമാകുന്നത്. പി. കൃഷ്ണപിള്ളയാണ് വി.എസിന്റെ രാഷ്ട്രീയ ഗുരു. ആലപ്പുഴയിലെ കർഷക തൊഴിലാളികളുടെ അവകാശം സംരക്ഷിക്കുന്നതിനുള്ള പ്രക്ഷോഭങ്ങളിലും സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി 1946 നടന്ന പുന്നപ്ര വയലാർ പ്രക്ഷോഭമായിരുന്നു ആ രാഷ്ട്രീയ ജീവിതത്തിലെ നാഴികക്കല്ല്. 1957 കേരളത്തിൽ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിലെത്തുമ്പോൾ പാർട്ടി സംസ്ഥാന സമിതി അംഗമായിരുന്നു വി.എസ്. ആ സമിതിയിലെ 9 അംഗങ്ങളിൽ ഏറ്റവും ഒടുവിലത്തെ വ്യക്തിയായിരുന്നു അദ്ദേഹം. 1965 വി.എസിന്റെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് പോരാട്ടം. അമ്പലപ്പുഴ മണ്ഡലത്തിൽ പക്ഷേ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന K.S. കൃഷ്ണക്കുറുപ്പിനോട് പരാജയപ്പെട്ടു. എന്നാൽ കഴിഞ്ഞ 2 വർഷം കഴിഞ്ഞ് 1967 കോൺഗ്രസിലെ തന്നെ A. അച്യുതനെ 9515 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് അദ്ദേഹം ആദ്യമായി നിയമസഭയിലെത്തുന്നത്. ഈ വിജയം 1970 ആവർത്തിച്ചു. RSPയിലെ K.K. കുമാരപിള്ളയായിരുന്നു എതിരാളി. എന്നാൽ 1977 വി.എസ്. വീണ്ടും പരാജയത്തിന്റെ കയ്പുനീർ നുകർന്നു. കുമാരപിള്ളയോട് തന്നെയായിരുന്നു വി.എസ്. പരാജയപ്പെട്ടത്. 77 പരാജയത്തിന് ശേഷം 1991 വി.എസ്. തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് മടങ്ങിയെത്തുന്നത്. മാരാരിക്കുളം മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ D. സുഗതനെ 9980 വോട്ടിന് പരാജയപ്പെടുത്തിയാണ് വി.എസിന്റെ മടങ്ങിവരവ്. എന്നാൽ 1996 പാർട്ടിക്കുള്ളിലെ വിമത നീക്കത്തെ തുടർന്ന് ഈ മണ്ഡലത്തിൽ തന്നെ വി.എസ്. പരാജയപ്പെടുകയായിരുന്നു. ഈ തോൽവിയിൽ നിന്നും ഊർജം ഉൾക്കൊണ്ട വി.എസ്. പാർട്ടിക്കുള്ളിൽ കൂടുതൽ ശക്തനായി മാറി. 2001 CPM-ന്റെ ഉറച്ച കോട്ടയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പാലക്കാട് മലമ്പുഴയിലാണ് വി.എസ്. ജനവിധി തേടിയത്. ഇടതുപക്ഷത്തിന് 5 അക്കത്തിന് മുകളിൽ ഭൂരിപക്ഷം സമ്മാനിച്ച ഈ മണ്ഡലത്തിൽ വി.എസിന്റെ ഭൂരിപക്ഷം 4703 കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള യൂത്ത് കോൺഗ്രസ് നേതാവ് സതീശൻ പാച്ചേനിയായിരുന്നു മലമ്പുഴയിൽ വി.എസിന്റെ എതിരാളി. 2006 ഇതേ മണ്ഡലത്തിൽ വി.എസ്. ഭൂരിപക്ഷം 20017 ഉയർന്നു. പല തവണ നിയമസഭയിൽ എത്തിയിട്ടും അധികാര സ്ഥാനങ്ങൾ വി.എസിന് ഏറെ അകലെയായിരുന്നു. പാർട്ടി ജയിക്കുമ്പോൾ വി.എസ്. തോൽക്കും, വി.എസ്. ജയിക്കുമ്പോൾ പാർട്ടി തോൽക്കും എന്നൊരു പ്രയോഗം തന്നെ ഇക്കാലയളവിൽ ഉണ്ടായിരുന്നു.
എന്നാൽ ഈ പ്രയോഗത്തിന് അവസാനമിട്ട് 2006 LDF വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തുകയും VS മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുകയായിരുന്നു. കേരളത്തിലെ ഏറ്റവും പ്രായം ചെന്ന മുഖ്യമന്ത്രിയായിരുന്നു അന്ന് 82 വയസ്സുള്ള VS. 2011 VS വീണ്ടും മലമ്പുഴയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടുവെങ്കിലും അത്തവണ LDF പ്രതിപക്ഷത്തായിരുന്നു. 2016 LDF ഭരണത്തിൽ തിരിച്ചു വരികയും VS മലമ്പുഴയിൽ നിന്നും വിജയം ആവർത്തിക്കുകയും ചെയ്തുവെങ്കിലും മുഖ്യമന്ത്രിയായത് പിണറായി വിജയനായിരുന്നു. അനുരഞ്ജനം എന്ന നിലയിൽ VS പിന്നീട് ഭരണപരിഷ്കരണ കമ്മീഷന്റെ ചെയർമാനാക്കി. പ്രായാധിക്യത്തെയും അനാരോഗ്യത്തെയും തുടർന്ന് 2021 തിരഞ്ഞെടുപ്പിൽ മത്സര രംഗത്തില്ലായിരുന്ന VS കഴിഞ്ഞ കുറച്ചു നാളായി വിശ്രമ ജീവിതം നയിക്കുകയായിരുന്നു.